നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഉണ്ട്. എന്നാൽ നമ്മൾ ചില സമയങ്ങളിൽ നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ആ കാര്യങ്ങൾ ചെയ്തു പോകാറുമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിവുണ്ടായിരിക്കും ആ കാര്യം ചെയ്യരുത്, പക്ഷേ പെട്ടെന്നുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ അറിയാതെ അത് ചെയ്തു പോകാറുമുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അറിവുകൾ അത് മറ്റുള്ളവരിലേക്കും എത്തുവാനുള്ളവയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ചെയ്യാൻ പാടില്ലാത്തവയായിട്ടുള്ളതെന്ന്. അപ്പോൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം ചെയ്യാൻ പാടില്ലാത്തവയിൽ ആദ്യത്തെ കാര്യം എള്ള് സൗജന്യമായി വാങ്ങരുത്. നമ്മൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനൽ നോക്കുകയാണെങ്കിൽ അത് കാണാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ എള്ള് അത് സൗജന്യമായി വാങ്ങാൻ പാടില്ല. മറ്റുള്ളവരിലുള്ള നെഗറ്റിവിറ്റി ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നതിനൊക്കെ അത് കാരണമാകുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലങ്ങൾ പോലും മറ്റുള്ളവരിലെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അല്ലെങ്കിൽ അവരിലുള്ള ദോഷം നമ്മളിലേക്ക് എത്തുന്നതൊക്കെ നമ്മളിലെ പുണ്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ പല ഗ്രഹദോഷങ്ങളും എത്തുന്നതിനൊക്കെ അത് കാരണം ആകുന്നുണ്ട്. അതുകൊണ്ട് എള്ള് സൗജന്യമായി വാങ്ങരുത്. അപ്പോൾ നമ്മൾ എന്താ സൗജന്യമായി വാങ്ങരുതെന്ന് പറയുമ്പോൾ പണം കൊടുക്കുക. ആരിൽ നിന്നെങ്കിലും വാങ്ങുമ്പോൾ അതിന് പകരമായി എന്തെങ്കിലും വസ്തു അവർക്ക് കൊടുക്കുക. അപ്പോൾ ബന്ധുക്കളിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ അയൽപ്പക്കത്തു നിന്നുള്ള എന്തോ ആവശ്യം വന്നപ്പോൾ എള്ള് വാങ്ങുകയാണെങ്കിൽ അതിന് പകരം മറ്റു വസ്തുക്കൾ അവരിലേക്ക് കൊടുക്കുക. എങ്കിൽ പോലും എള്ള് സൗജന്യമായി അല്ലെങ്കിൽ സാരമില്ല കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ആരും തന്നാൽ എള്ള് സൗജന്യമായി വാങ്ങരുത്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, സൗജന്യമായി മറ്റൊരാളിൽ നിന്ന് നമ്മൾ എള്ള് അത് സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. അടുത്തതായി ഹൈന്ദവ വിശ്വാസ പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെടുന്നത് സൂര്യാസ്തമയ വേളകളിൽ ആഹാരം കഴിക്കരുത്. സൂര്യാസ്തമയ വേളകളിൽ ആഹാരം കഴിക്കരുത്. സന്ധ്യാവന്ദനം നടത്തുന്ന വേളകളിൽ, സന്ധ്യാദീപം കൊളുത്തുന്ന വേളകളിൽ ഒക്കെ നമ്മൾ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. സൂര്യാസ്തമയ വേളയിലൊക്കെ ആഹാരം കഴിക്കുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തരംഗം, ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയം നമ്മൾ പഴമക്കാർ പറഞ്ഞു തരുന്നുണ്ട്, വിളക്ക് വയ്ക്കുന്ന സമയത്ത് ആഹാരം കഴിക്കരുത്, കളിക്കരുത്, മറ്റുള്ള തുണി അലക്ക്, നഖം വെട്ട്, മുടിവെട്ട്, കുളിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് നമ്മളിലേക്ക് നെഗറ്റിവിറ്റിയാണ് കടത്തിവിടുന്നത്. നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകുന്നുണ്ട്. അതേപോലെ സൂര്യാസ്തമയ വേളകളിൽ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മൾ എത്ര നല്ല ആഹാരമാണ് കഴിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അത് ചെല്ലുമ്പോൾ അത് വിഷമയമായിട്ടാണ് മാറുന്നത്. അത് വിഷമായിട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അത് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള ദോഷവശങ്ങളിലേക്കുമൊക്കെ ചെല്ലുകയും അത് നമ്മളിൽ തന്നെ ദോഷമായി വർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം സൂര്യാസ്തമയ വേളകളിൽ, സന്ധ്യാവേളകളിൽ, ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തുന്ന വേളകളിൽ, ഭവനത്തിലും വിളക്ക് കൊളുത്തുന്ന ആ ഒരു വേളയിൽ നമ്മൾ ആഹാരം കഴിക്കാനോ ഉറങ്ങുവാനോ അതേപോലെ തന്നെ മുടി, നഖം എന്നിവയൊന്നും വെട്ടാനോ, ഒരു ആയുധങ്ങൾ എടുത്തു കിളയ്ക്കുന്ന അങ്ങനെ അതുപോലെ അടിച്ചു വാരുക, വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല. അടുത്തതായി പറയുന്നത് ദാനമായി ലഭിച്ച ആഹാരത്തെ നിന്ദിക്കരുത്. നമ്മൾക്കൊരാൾ ആഹാരം ദാനമായി തന്ന ഇപ്പം നമ്മളുടെ അന്നേരത്തെ അവസ്ഥ കൊണ്ട് നമ്മൾക്ക് കാശ് മുടക്കി, നമ്മളിലെ ധനം മുടക്കി വാങ്ങാനുള്ള ശേഷിയില്ലാത്തൊരു സമയമായിരിക്കും. അപ്പോൾ മറ്റൊരാളിൽ നിന്ന് ദാനം സ്വീകരിക്കേണ്ടതായി വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പറയും ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണയെന്ന്. കാരണം നമ്മൾക്ക് ദാനം തന്നതാണ്. അയാളുടെ നിറഞ്ഞ മനസ്സുകൊണ്ട് നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയൊക്കെ അദ്ദേഹം ദാനം തരുമ്പോൾ അത് സ്വീകരിക്കൂ എന്നല്ലാതെ അതിൽ ഇത് കുറവുണ്ട്, അല്ലെങ്കിൽ ആഹാരം കിട്ടുകയാണെങ്കിൽ, ആഹാരമെന്നല്ല എന്ത് കാര്യമാണെങ്കിലും ഒരാൾ നമ്മളിലേക്ക് നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കി നമ്മളിലേക്ക് തന്നതിനെ അത് വീണ്ടും അതെനിക്ക് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അത് ഇല്ലാതായിപ്പോയി, ഞാൻ ആഗ്രഹിച്ചത് അത്രത്തോളമാണ്, ഇത്രത്തോളമേ നിങ്ങൾ തന്നുവല്ലോ എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ദാനമായി കിട്ടിയ ആ ആഹാരത്തിന്, ആ അന്നത്തിന് നമ്മൾ അതിൽ ഭഗവാനെ സങ്കല്പിച്ച് ആ വ്യക്തിക്ക് അത് തരാൻ മനസ്സ് ഉണ്ടായല്ലോ എന്നത് ദൈവത്തോട് നമ്മൾ ചാരിതാർത്ഥ്യം കാണിക്കണം, ദൈവത്തോട് നന്ദി പറയണം. കാരണം നമ്മുടെ വിശന്ന് വലഞ്ഞ ആ
വേളയിൽ ആ വ്യക്തി ആ ഭഗവാൻ തുല്യമായ ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ വിശപ്പ് കണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞത് കൊണ്ടല്ലേ ആഹാരം തന്നത്. അദ്ദേഹത്തിന് മനസ്സലിയണമെങ്കിൽ അത് ഭഗവാൻ അദ്ദേഹത്തിൽ തോന്നിപ്പിച്ചതാണ് ആ കാര്യം. അതുകൊണ്ട് തന്നെ ദാനമായി നമ്മൾക്ക് ഒരു ഭക്ഷണം ഒരാളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെ നിന്ദിക്കുവാൻ പാടില്ല, വന്ദിക്കുകയാണ് വേണ്ടത്. വന്ദിച്ച് ആഹാരം കഴിക്കുക. നാളെ നമ്മളിലേക്ക് അന്നം എല്ലാം നിറഞ്ഞൊരു സമ്പൂർണ്ണമായ ജീവൻ നമ്മളിലേക്ക് ലഭിക്കുന്നതിന് ആ അന്നത്തെ നമ്മൾ നിന്ദിക്കാതെ കഴിക്കുക. നാളെ നമ്മളിലേക്ക് ഐശ്വര്യപ്രദമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് അത് സഹായിക്കുക തന്നെ ചെയ്യും. അടുത്തതായി ഹൈന്ദവ വിശ്വാസപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ പെടുന്നത് മുതിർന്നവരുടെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കരുത്. അത് ഏവർക്കും അറിയുന്നതാണ്. നമ്മൾ അത് ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ മുതിർന്നവരുടെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കാത്തതിന് തുല്യം, അത് ഭഗവാനെ തന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. കാരണം ഓരോ വ്യക്തിയിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ വണങ്ങുമ്പോൾ അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിനുള്ളിലെ ഭഗവാന്റെ ചൈതന്യത്തെയാണ് നമ്മൾ വണങ്ങുന്നത്. അപ്പോൾ ഒരു മുതിർന്ന വ്യക്തി നമ്മൾക്ക് മുന്നിലിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിപ്പും വിദ്യയുമായി നമ്മൾ നിറയെ സമ്പാദ്യമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളിലെ ഒരു ധാർഷ്ട്യം പുറത്തു വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ പോലും നമ്മൾ കാൽമേൽ കാൽ കയറ്റി ചിലർ ഇരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തി അത് മുതിർന്ന നമ്മളെക്കാട്ടിൽ പ്രായത്തിൽ മുതിർന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുവാൻ പാടുള്ളതല്ല. ആ വ്യക്തി പ്രായത്തിന് മുതിർന്നതാണെങ്കിൽ നമ്മൾ പ്രായത്തിന് ഇളയതാണ്, പക്ഷെ നമ്മൾ വലിയൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, എൻ്റെ മുകളിൽ ആരുമില്ല എന്നൊരു ചിന്ത, ഒരു അഹംഭാവം ഒരിക്കലും വന്ന് ആ വ്യക്തിക്ക് മുന്നിൽ, മുതിർന്ന വ്യക്തി ആരോ ആയിക്കൊള്ളട്ടെ അവർക്ക് മുന്നിൽ ഒരിക്കലും കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കാൻ പാടില്ല. ഹൈന്ദവ വിശ്വാസ പ്രകാരം അത് തെറ്റാണ്. ഒരിക്കലും നമ്മളെക്കാൾ പ്രായത്തിൽ മുതിർന്ന വ്യക്തികളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല. അടുത്തതായി ഹൈന്ദവ വിശ്വാസ പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെടുന്ന ഒന്നാണ് ദീർഘനിശ്വാസം വിടുന്നത്. ചില ആളുകളുണ്ട് ഇങ്ങനെ ദീർഘമായി ശ്വാസം എടുത്ത് ഇങ്ങനെ വിടും എന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാൻ പാടുള്ള കാര്യമല്ല. അത് ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ദീർഘനിശ്വാസം എടുക്കുക. അതൊക്കെ ഒരു പ്രത്യേക നെഗറ്റിവിറ്റി നമ്മളിലേക്ക് ഉയർത്തിക്കുകയും നമ്മുടെ പോസിറ്റീവ് ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നതിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനൊരു ദോഷകരമായ ഒരു വശം തന്നെയുണ്ട്. അതുകൊണ്ട് ദീർഘനിശ്വാസം, അതായത് അത് നമ്മളിലേക്ക് ഓരോ ദോഷങ്ങളെ വഹിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ദീർഘനിശ്വാസം വിടുന്നതും ഹൈന്ദവ വിശ്വാസ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് നമ്മളിൽ എത്രത്തോളം ചൈതന്യമുണ്ടോ അത് മാറി ഒരു നെഗറ്റീവ് തരംഗം, നെഗറ്റീവ് ഊർജ്ജം നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. ആ എത്തുന്നത് മുഖേന പിന്നീട് നമ്മൾ തൊടുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റിവിറ്റിയായി മാറും. എത്രത്തോളം നമ്മൾ ഒരു ഊർജ്ജം നമ്മളിലേക്ക് സംഭരിച്ചു വെച്ചാലും നെഗറ്റീവ് തരംഗങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു ജോലിയാണെങ്കിൽ പോലും നമ്മൾക്ക് അതിനകത്തൊരു പൂർണ്ണത കണ്ടെത്താൻ പറ്റാതെ വരികയും, അതേപോലെ സാമ്പത്തികമായി നമ്മൾ എത്രത്തോളം ധനം സമ്പാദിച്ചു വെച്ചാലും അതൊന്നും നമ്മളിലേക്ക് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾക്ക് ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണിത് എങ്കിൽ പോലും ചില സമയങ്ങളിൽ അറിയാതെ ചില തെറ്റുകൾ നമ്മളിലേക്ക് വന്നു ചേരും. ഇപ്പോഴും പക്ഷേ നമ്മുടെ മനസ്സിനുള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളവ എന്നൊക്കെ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ മതപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്തവയാണെന്നുള്ള ബോധം ഉണ്ടാവണം. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് പാടില്ല. അത് എത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യരുതെന്നവ തന്നെയാണ്. കാരണം നമ്മൾ പറയാറില്ലേ പാപദോഷങ്ങളിലേക്ക് എത്തിക്കുമെന്ന്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാളെ നിന്ദിക്കുകയും നിന്ദമായ രീതിയിൽ വാക്കുകൾ പറയുകയും മാതാപിതാക്കളെ അപമാനിക്കുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിന് ആ പ്രവൃത്തിക്കൊന്നും പിന്നെ അതിനൊരു പശ്ചാത്തപിച്ചാൽ പോലും, പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കളെയൊക്കെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് ആ പശ്ചാത്താപത്തിന് ഒന്നും അവർ ചെയ്ത തെറ്റിന് പരിഹാരമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അറിഞ്ഞ കാര്യങ്ങളാണെങ്കിലും ചില സമയങ്ങളിൽ മറവി നമ്മളിലേക്ക് വരാറുണ്ട്. അപ്പോൾ അറിയുന്നവയാണെങ്കിൽ പോലും നമ്മൾ ചില സമയം മറന്നു പോകാറുണ്ട്. പിന്നെ ആ തെറ്റ് വന്നതിന് ശേഷമാണ് അയ്യോ അതെനിക്ക് അറിയുന്നതാണല്ലോ, ഞാൻ അറിയാതെ ചെയ്തു പോയല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ ഓർത്ത് പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കി എപ്പോഴും നമ്മുടെ ബോധത്തിൽ ഇത് ഞാൻ ചെയ്യാൻ പാടുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു ബോധത്തോടു കൂടി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണിവ. ഇത് ഏവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.